ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് മാലദ്വീപ്സിലെ തുളുസ്തു എന്നുള്ള ഐലൻഡിലേക്കാണ്. അതൊരു ലോക്കൽ ഐലൻഡാണ്. ഇത് മാലേ സിറ്റിയിൽ നിന്ന് ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ട്രാവൽ ഫെസിലിറ്റിയാണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്, അറ്റോൾ ഫെറി. ഇത് മാലയിൽ നിന്നും 2:30 സ്റ്റാർട്ട് ചെയ്യും. 4:20 കൂടിയാണ് തുളുസ്തു എന്ന ഐലൻഡിൽ എത്തുന്നത്. ഇതിന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതുകൂടാതെ സ്പീഡ് ബോട്ടുകളുമുണ്ട് ഈ ഐലൻഡിലേക്ക്. 3 സ്പീഡ് ബോട്ടുകളാണ് ഈ ഐലൻഡിലേക്കുള്ളത്. ആ 3ൻ്റെയും ടൈമും നമ്പരും എല്ലാം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടിന് ഇവിടേക്ക് ഏകദേശം 30 മിനിറ്റ്സ് ജേർണി മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ഏകദേശം 4:20 കൂടി തുളുസ്തു എന്ന ഐലൻഡിലേക്ക് എത്തുകയാണ്. നമ്മൾ ഐലൻഡിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അറ്റോൾ ഫെറിക്ക് ഉള്ള ചാർജ് 22 മാലദ്വീപിയൻ റുപ്പിയ മാത്രമാണ്. സ്പീഡ് ബോട്ടിൻ്റെ ചാർജ് 150 മാലദ്വീപിയൻ റുപ്പിയാണ്. വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും ലോക്കൽസിനുമുള്ളത് ചാർജ്. ടൂറിസ്റ്റിന് മാലദ്വീപിയൻ റുപ്പിയിലും പേ ചെയ്യാം, ഡോളറിലും പേ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ ഇറങ്ങി. ആദ്യം ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കാണുകയാണ്. പാസഞ്ചേഴ്സൊക്കെ ഐലൻഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിലെ ആൾക്കാർ വന്നിട്ട് ടൂറിസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ചില ആൾക്കാർ പ്ലക്കാർഡുമായിട്ടാണ് നിൽക്കുന്നത്. ചിലർ പേര് പറഞ്ഞ് കൺഫേം ചെയ്ത് അതാത് അവരൊരു ബുക്ക് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ഞങ്ങളും ഒരു ഗസ്റ്റ് ഹൗസാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ലോ ബഡ്ജറ്റിലുള്ളൊരു ഗസ്റ്റ് ഹൗസ്. ഓൺലി 1 നൈറ്റ് മാത്രമാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഞാനിവിടെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ കടൽ തീരത്തൂടെ നടക്കുകയാണ്. കടലിൻ്റെ നീലിമയും ബോട്ടും ഒക്കെ. ഇങ്ങനെ ഒരു പുതിയ ഐലൻഡിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തും, നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അങ്ങനെയുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ ഈ ഐലൻഡിൻ്റെ ജെട്ടി സൈഡിൽ കൂടെ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം എല്ലാ ഐലൻഡിലും കാണുന്ന പോലെ തന്നെ സ്പീഡ് ബോട്ടുകളും പിന്നെ ഡിങ്കി എന്ന് പറയുന്ന സ്മോൾ ബോട്ടുകളും ഫിഷിംഗ് ബോട്ടും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് തുളുസ്തു എന്ന് അവർ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലമാണെന്നാണ് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബോട്ട് ജെട്ടിയാക്കിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. ഞാൻ തിരിച്ചു നടന്നു. നമ്മൾ വന്ന ഫെറി ഇതാ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള ഗസ്റ്റ് ഹൗസിലേക്കുള്ള സ്റ്റാഫ് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു ഐലൻഡിൽ എത്തിയാലും ഗസ്റ്റ് ഹൗസുകാർ നമുക്ക് ബഗ്ഗി സർവീസ് പ്രൊവൈഡ് ചെയ്യും. അത് ഈ റെൻറ്റിൽ ഉൾപ്പെടുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളിപ്പോൾ ഐലൻഡ് കാണാൻ വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും എടുത്തില്ല. ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലെ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ മുന്നോട്ട് നടക്കുകയാണ്. പുള്ളി ഒരു ബംഗ്ലാദേശിയാണ്. ഞങ്ങൾക്കിങ്ങനെ ഐലൻഡിലെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറേ ടൂറിസ്റ്റുകൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആദ്യം കാണുന്നത് ഒരു ബോട്ട് യാർഡാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ വേറൊരു ഗസ്റ്റ് ഹൗസിലേക്കുള്ള ടൂറിസ്റ്റ് പോകുന്നുണ്ട്. അവരുടെ വലിയ ലഗേജ് ഇങ്ങനെ ബൈക്കിലാക്കി ഗസ്റ്റ് ഹൗസിലെ സ്റ്റാഫ് വന്നു. അവരും പുറകെ നടക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു. എനിക്ക് ഫസ്റ്റ് കാഴ്ചയിൽ എല്ലാ ലോക്കൽ ഐലൻഡുകൾക്കും ഏകദേശം ഒരു സെയിം സ്ട്രക്ചറാണ് ലുക്കിൽ. പക്ഷേ നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന്. ബോട്ട് യാർഡിലേക്ക് നോക്കിയപ്പം ഗസ്റ്റ് ഹൗസിലുള്ള സ്റ്റാഫ് പറഞ്ഞു നമുക്ക് കയറാൻ പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാം, റൂമിൽ ലഗേജ് വെച്ചിട്ട് പിന്നെ ഐലൻഡ് കാണാൻ ഇറങ്ങാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇതാ കടലിൻ്റെ നീലിമ കണ്ടില്ലേ, എത്ര മനോഹരമായ കാഴ്ചയാണ്. ഒട്ടും മടുക്കാത്തൊരു കാഴ്ചയാണ് ഈ കടലിൻ്റെ നീലിമ കേട്ടോ. അതാണ് ഈ മാലദ്വീപ്സിൻ്റെ നല്ല ബ്യൂട്ടി സ്പോട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. ഇത് നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കാഫു അറ്റോളിലെ ഹോസ്പിറ്റലുകളുടെ ഒക്കെ ഹെഡ് ഈ നമ്മുടെ തുളുസ്തുവിലെ ഹോസ്പിറ്റലാണ്, അറ്റോൾ ഹോസ്പിറ്റലായിട്ട് കാണുന്നത്. പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരുന്ന കാര്യവും പണിയുന്ന ബിൽഡിങ്ങുകളും കോളേജോ യൂണിവേഴ്സിറ്റി എന്തൊക്കെയോ വരുന്നുണ്ടെന്നൊക്കെയുള്ളത്. അങ്ങനെ പുള്ളിയുടെ കുശലപ്രശ്നം നടന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മുന്നേ വന്ന ആൾക്കാർക്ക് ടേൺ ചെയ്യേണ്ട സ്ഥലമായി. അവർ ആ വഴിക്ക് പോയി. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തുളുസ്തുവിലെ കൗൺസിൽ ഓഫീസാണ്, ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദ തുളുസ്തു കൗൺസിൽ. അങ്ങനെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലെത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടുള്ള ഗസ്റ്റ് ഹൗസ്. ആൾ ഞങ്ങൾക്കെല്ലാം കാണിച്ചു തന്നു. ഒരു റൂമും ഒരു വാഷ്റൂമുമാണ് ഉള്ളത്. പിന്നെ നമുക്ക് ടവൽസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഷ്റൂം യൂട്ടിലിറ്റീസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ബാഗ് അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ നടക്കാനിറങ്ങി. എമർജൻസി നമ്പേഴ്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ സുഹൃത്തിനെ കണ്ടു. സുഹൃത്തിനൊപ്പം ഞങ്ങൾ നടക്കുകയാണ് ഐലൻഡിൻ്റെ ഉള്ളിൽ കൂടെ.
ആദ്യം നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ എന്തോ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ കുഴി കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ ബീച്ചുകളൊക്കെ. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 3-4 മിനിറ്റേ നടന്നിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം വരുന്ന ഐലൻഡ് ആയതുകൊണ്ട് ഫ്രണ്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടേക്ക് എത്തി. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതൊരു ഷോപ്പാണ് ഇവിടുത്തെ. പിന്നെ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോ ഷൂട്ടിനുമൊക്കെ ആയിട്ട് ചില ബിൽഡിങ്ങിൻ്റെ മുന്നിലൊക്കെ നല്ല മനോഹരമായിട്ട് പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു ഷോപ്പാണ്. ഇവിടെ ജ്യൂസും സ്നാക്സും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് എത്തിയതാണ്. ഇവിടെ ഇതൊരു നല്ല സ്പോട്ടാട്ടോ ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബീച്ചിലെത്തി. ബീച്ചിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് തുളുസ്തുലെ യാത്ര തുടങ്ങാം. എപ്പോഴും എനിക്ക് ഓരോ ഐലൻഡിൽ ചെല്ലുമ്പോഴും ബീച്ച് സൈഡിൽ കൂടെ മൂവ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഐലൻഡിൻ്റെ ഔട്ട് സൈഡ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കുറേ ടൂറിസ്റ്റുകളൊക്കെ സൺബാത്ത് എടുത്ത് ഇരിപ്പുണ്ട്. ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. സൂര്യാസ്തമയം അടുത്ത് തുടങ്ങുന്നത് കൊണ്ട് വെളിച്ചം കുറഞ്ഞു വരുവാണ്. ചില ഗസ്റ്റ് ഹൗസുകളൊക്കെ ഇതിനെ ബീച്ചിന് എഗനസ്റ്റായിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. ഇതിൻ്റെ നടുവിലൂടെ അവരൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു സൈറ്റാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. ഇങ്ങനെ ഫ്രണ്ടിനോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പാലത്തെ കൂടെ മുന്നോട്ട് നടക്കുകയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കടലിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നു ഫീല്. അതൊരു ടീ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടിപ്പിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. പിന്നെ സൺസെറ്റ് അടുക്കുന്നത് കൊണ്ട് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലൈറ്റിനനുസരിച്ച് നിന്നാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. കണ്ടോ ഈ കടലിൻ്റെ നീലിമ കണ്ടില്ലേ, എന്ത് രസമാണെന്നറിയോ. ഇവിടെ നിന്ന് കണ്ടാൽ നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ നല്ല ഷാർക്കൊക്കെ വരുമെന്ന് പറയും. ഈവനിങ്ങിൽ ഷാർക്കിനെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളിങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കൊച്ചു മീനുകൾ ഒത്തിരി ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് എല്ലാ സ്ഥലം കാണാൻ. ഇങ്ങനെ പക്ഷികളൊക്കെ കടലിലേക്ക് പറന്നിറങ്ങുന്നു, മീനെ പിടിക്കുന്നു. അതൊക്കെ നല്ല കാഴ്ച കേട്ടോ. പക്ഷേ ക്യാമറയിലൊന്നും പിടിക്കാൻ പറ്റില്ല, കാരണം കാഴ്ചകൾ നോക്കിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഇതിൻ്റെ ഓരോ സൈഡിലും നിന്നിങ്ങനെ കാണുന്നത് ഈ ലൈറ്റ് ബ്ലൂ ഉള്ള കളറുള്ള സ്ഥലത്ത് നിന്നാണ് കൂടുതൽ ഫോട്ടോസ് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ കടലിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഡാർക്ക് ബ്ലൂ ഉള്ളതാണ് ഡീപ്പ് സീ. ലൈറ്റ് ബ്ലൂ ഉള്ളത് അത്ര ഡെപ്തിലല്ല വാട്ടർ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. റീഫ് ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രണ്ടിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഇവിടെ എല്ലാം അങ്ങോട്ട് ഇനി ഗസ്റ്റ് ഹൗസുകളാണ് കേട്ടോ. ഗസ്റ്റ് ഹൗസുകളുടെ റൂം ഫെസിലിറ്റി നമുക്ക് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഔട്ട്ഡോർ ഇൻഡോർ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല മനോഹരം കേട്ടോ. ഈ ചെയർസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ബീച്ചിനോട് ചേർന്നാണ്. ഈവനിങ് നല്ലൊരു വൈബാട്ടോ. ഇവിടെ എനിക്ക് വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണാൻ. അങ്ങനെ നമുക്ക് ഇരിക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങളും അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എൻ്റെ എല്ലാ ഓപ്പോസിറ്റ് സൈഡ് ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് ഈ ബീച്ച് മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഓരോ ഗസ്റ്റ് ഹൗസിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട്. അതനുസരിച്ചുള്ള ഡെക്കറേഷനുമാണുള്ളത് കേട്ടോ. ഇതെത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഈവനിങ്ങിൽ ഇങ്ങനെ കടൽക്കാറ്റേറ്റ് ഇങ്ങനെ നെറ്റൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ, നീന്തുന്നവർ, ഫുഡ് കഴിക്കുന്നവർ, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ എല്ലാ സൗകര്യവും കിട്ടുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന്. ഈ സൈഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഫ്രണ്ട്സ് മുന്നിൽ നടക്കുന്നുണ്ട്, ഞാൻ പുറകെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഓരോ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യൂസും കൂടെ കാണിച്ചാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ഗസ്റ്റ് ഹൗസുകാരും നമുക്ക് ടവൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നേരെ കടലിലേക്ക് എടുത്തിയാടാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ആൾക്കാർ സിംഗിളായിട്ടും കൂട്ടമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇങ്ങനെ ഈവനിങ് എൻജോയ് ചെയ്യുകയാണ്. ഇത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു, എന്നിട്ട് സൈഡിലെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കുന്നത്. പിന്നെ അടുത്ത ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി. എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് ഗസ്റ്റ് ഹൗസുകളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ഓപ്പൺ ആയിട്ട് ഡൈനിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യലാണ് കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ചെന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കിയേ. ബീച്ചിലേക്ക് ഇങ്ങനെ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വൈകിട്ട് 4 മണിക്ക് ഇങ്ങനെ ഇളം കാറ്റൊക്കെ ആയിട്ട് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ എന്ത് മനോഹരമായിരിക്കും അല്ലേ. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നോക്കി ബുക്ക് വായിക്കുന്നവരും റിലാക്സ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് പേര് നീന്തുകയാണ്. ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ സുഖത്ത് പറയണ്ട മുന്നോട്ട് നടന്നു. ഇത് ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കുറച്ച് നേരം കാണാനിരുന്നു. അങ്ങനെ സൺസെറ്റ് പോയിന്റിൽ പോയി സൺസെറ്റ് കാണാനാണ് പ്ലാൻ. പക്ഷേ അതിനു മുമ്പേ സൺസെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. നോക്കിക്കേ, ഓരോ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച. ഈവനിങ് ടൈം ആയതുകൊണ്ട് സ്റ്റാഫൊക്കെ ബിസിയിലാണ്. എല്ലാവരും ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം ഞാൻ ഈ ബീച്ചിനുള്ളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. കാരണം ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡ് വിട്ടിട്ട് ഇതിനുള്ളിലേക്ക് വന്നു. ഇത് നല്ല മനോഹരമായിട്ടൊരു ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഷ്യൻസൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചേക്കാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നോക്കി ഇതിൻ്റെ മണ്ണ് കണ്ടോ, ഇവിടെ എല്ലാം മണ്ണാണ്. നല്ല പൂഴി മണൽ, വൈറ്റ് കളറിലത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ലോക്കൽ അയലുകളൊന്നും ആൽക്കഹോൾ അലൗഡ് അല്ല. അത് റിസോർട്ടുകളിൽ മാത്രമേ അലൗഡ് ഉള്ളൂ. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളൊരു ഗ്രീക്ക് ഫ്രണ്ടിനെ കിട്ടി ഞങ്ങൾക്ക്. ആ ലേഡി 2 മന്തിലേക്ക് വേൾഡ് ടൂറിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇപ്പോൾ അവിടുന്ന് ജോലിയൊക്കെ റിസൈൻ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കാരി ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. 3 ദിവസം 4 ദിവസം അങ്ങനെയാണ് പുള്ളി ഓരോ ഐലൻഡിലും പുള്ളിക്കാരി സ്റ്റേ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ബാലി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നാണ് വന്നത്. ഇവിടെ കുറച്ച് ദിവസം, മാലദ്വീപ്സിൽ ഏകദേശം 15 ദിവസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരിയോടൊക്കെ സൗഹൃദമൊക്കെ പുതുക്കി ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇത് അടുത്ത ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂസാണ് കേട്ടോ. ഈ ഗസ്റ്റ് ഹൗസുകളെല്ലാം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ സർഫിങ്, അതെല്ലാ ഫെസിലിറ്റീസും അവർ ഓരോ ഗസ്റ്റിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഒരുപാട് ചെടികൾ, മരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഫിഷിങ്ങും എക്സ്കർഷനും ഒക്കെ ഉണ്ട് കേട്ടോ. ബീച്ച് വോളിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കടലിൽ കുറേ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരിങ്ങനെ മണലിൽ കിടന്ന് സൺ ബാത്തൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നടന്നു. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ ഡോക്ടേഴ്സ് ഫാമിലി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈവനിങ്ങിൽ ഡ്യൂട്ടി ഉണ്ട്.
ഞങ്ങൾ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഞങ്ങളെ കാണിച്ചു തന്നു അവർ, ഇവിടേക്ക് വന്നാൽ മതിയെന്ന്. ഇത് വേറൊരു ഗസ്റ്റ് ഹൗസാണ്. അവിടെ ഇങ്ങനെ ആൾക്കാർ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിന് സ്റ്റാഫൊക്കെ നല്ല ബിസിയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത പോയിന്റിലെത്തി കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഈ ചെറിയ പാലത്തിൽ കൂടി നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒത്തിരി മരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാണ്. ഇത് ഈ കടലിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വരുന്നത്. ചെറിയ തുരുത്ത് പോൽക്കാണുള്ളത്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ കാണുന്നതല്ലേ, നമ്മുടെ പുഴയിലൊക്കെ വെള്ളം വരുന്നവർക്ക് ഈ മരങ്ങളെ തട്ടി അതേപോലക്കുള്ള ഒരു ഫീലാണ് കേട്ടോ. കടൽ വെള്ളമാണ്. കുറച്ച് നേരം എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്തിൽ ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇനി ഈ സൂര്യപ്രകാശം ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഈ വെള്ളത്തിലേക്ക് പതിക്കുന്ന കാണാൻ നല്ല രസം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് കയറിയിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ ചെറിയൊരു പാലം പോലുള്ള സ്ഥലം, അതിലേക്കൂടെ തന്നെ കയറി ചെല്ലുമ്പോൾ ഈ മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തും കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങളിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഇവിടുന്ന് കയറാനും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതിലേക്കൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല പോയിൻ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ കൂടെ മുന്നോട്ട് നടന്നു. വെള്ളം വേലിയിറക്ക സമയത്ത് വെള്ളം ചിലപ്പോൾ ഇവിടെ കയറുമെന്ന് തോന്നുന്നു. വേലിയിറക്ക സമയമാണെന്ന് തോന്നുന്നു ഇന്ന്. നമുക്കതുകൊണ്ട് ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും വെള്ളം കാണുന്നില്ല. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇന്ന് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കണ്ടു. നമ്മളിവിടെ നിന്ന് ആ വഴി കൂടെ നമ്മൾ നടന്നു വന്നേ. ഇവിടെ നിന്നുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കേട്ടോ. എന്താ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് മുങ്ങിത്താഴുകയാണ്. ഈവനിങ്ങിനോടടുത്തു. അപ്പോൾ സമയം പോകുന്നു, പെട്ടെന്ന് വരാനെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യാനൊക്കെ പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. സൺസെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് ഇരുട്ടായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ അതിന് മുമ്പ് ഇതിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. എന്താ നോക്കിക്കേ, ഇങ്ങനെ മരക്കാടുകൾ ഇങ്ങനെ റൂഫാക്കി തീർത്ത ഒരു പ്രത്യേക സ്ഥലം. ഇതിനെന്തോ ഒരു പേര് പറയും കേട്ടോ. അവർ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, ഞങ്ങളത് മറന്നുപോയി. ഇതിലേക്കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന കടലിൻ്റെ നീലിമയില്ലേ, നല്ലൊരു വൈബാട്ടോ. എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയാനറിയില്ല. യാത്രകൾ അങ്ങനെയാണല്ലോ, നമ്മളത് ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ എക്സ്പീരിയൻസ് ആവുന്നത്. ചിലപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നവർക്കല്ലായിരിക്കുമല്ലോ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ. അപ്പം ഞങ്ങൾ ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒത്തിരി ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേക്കൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തേക്ക് എത്തും കേട്ടോ. ഇങ്ങനെ മരച്ചില്ലകൾ ഇങ്ങനെ റൂഫ് തീർത്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ കൂടെ ഈ പൂഴി മണലിൽ കൂടെ നടക്കാൻ നല്ലൊരു ഫീലാട്ടോ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തി. ഇവിടെ ഇങ്ങനെ നമുക്ക് കാഴ്ചകൾ കാണാം, കടൽ. ഇതേപോലൊക്കെ തന്നെയാണ് ഹുറയിലെ മാംഗ്രൂവ്സ് കേട്ടോ. മാംഗ്രൂവ്സ്, പക്ഷേ ഇത് മാംഗ്രൂവ്സ് അല്ല, ഇതിന് വേറെന്തോ പേരാണ് പറയുന്നത് ഇവിടെ. ഈ ചെടി മരത്തിനൊക്കെ ഒരു പേര് പറഞ്ഞു കേട്ടോ. ഹുറയിലെ മാംഗ്രൂവ്സ് ഭയങ്കര ഫേമസ് ആണ്. ഇത് തുളുസ്തുലുള്ള ഒരു സംഭവമാണ്. ഞാൻ പിന്നെ ഇതിലേക്കൂടെ തിരിച്ചു വന്നിട്ട് ആ കടൽ തീരത്തേക്ക് ഒന്നും കൂടെ പോയിട്ടോ. മനോഹരമായ കാഴ്ച. ഈ കടലിൻ്റെ നീലിമയാണല്ലോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷന്. അപ്പം ഇങ്ങനെ മരച്ചില്ലകൾക്കിടയിൽ കൂടി ഇങ്ങനെ കടലിൻ്റെ നീലിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഇവിടെ ഈ പ്ലേസിൽ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ തിരിച്ച് നടന്നു. പക്ഷേ മേളിലൊന്ന് കയറി നോക്കി കേട്ടോ ഞങ്ങൾ, എങ്ങനെയായിരിക്കും കാഴ്ചയെന്ന്. ഇങ്ങനെ കാണുമ്പോൾ ആ ഒടിഞ്ഞു വീണ മരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ല രസം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പം ഈ ചെറിയ മീനുകളൊക്കെ നീന്തി തുടിക്കുന്ന കാണാൻ കടലിൽ കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. അവരെല്ലാവരും എന്നെ ഒരു ഫിഷ് കാണിക്കുവാണ് കേട്ടോ. പക്ഷെ ഞാൻ മാത്രം അത് കാണുന്നില്ല, ഞാൻ ബാക്കി എല്ലാ മീനെയും കാണുന്നുണ്ട്. അപ്പോൾ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ചൂണ്ടി കാണിക്കുവാണ്. നമുക്ക് കടലിലേക്ക് കല്ലെടുത്തെറിയാൻ പറ്റില്ലല്ലോ, എല്ലാം ഓളത്തിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. എത്ര അവർ കാണിച്ചു തന്നിട്ടും ഞാൻ മാത്രം ആ ഫിഷിനെ കണ്ടില്ല. ഞാൻ വേറെ എല്ലാ ഫിഷിനെയും കണ്ടു. ഞാൻ പിന്നെ അവിടെ നിന്ന് സൂം ചെയ്തും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ, ഏത് ഫിഷിൻ്റെ കാര്യമാണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ നോക്കുന്നത് അവർ കാണിച്ചു തരുന്ന സ്ഥലത്തേക്കല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സൺസെറ്റ് പോയിന്റിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല, അതിന് മുമ്പേ സൺസെറ്റായി. എന്നാൽ പിന്നെ ഐലൻഡിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഈ സൈഡിൽ ഒത്തിരി ഗസ്റ്റ് ഹൗസുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഫുഡ് കഴിക്കാനാണ് അടുത്ത പ്ലാൻ.
അപ്പം സ്നാക്സ് ആദ്യം കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ബാർബിക്യൂവിൻ്റെ സൈഡിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അവർ വിളിച്ചതാണല്ലോ. അതൊരു ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫാമിലി, ഒരു പാകിസ്ഥാൻ ഡോക്ടേഴ്സ് ഫാമിലിയാണ് കേട്ടോ. ഗുജറാത്തിലുള്ളൊരു ഡോക്ടറാണ്, വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഈ കാഴ്ചകളിലൂടെ കണ്ടിട്ട്. ഇത് നല്ലൊരു ഗസ്റ്റ് ഹൗസ് കേട്ടോ, നല്ല ഗാർഡനൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ്. ഇതിവിടുന്ന് ഡയറക്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷേ ആ ബീച്ച് ഇല്ലാത്തതിൻ്റെ പോരായ്മ ഇവർ മനോഹരമായ ഗാർഡനാക്കി തീർത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോൾക്ക് ഒരുപാട് ചെടികളുണ്ട് ഇവിടെ കേട്ടോ. ഞാൻ റിസോർട്ടിലാണ് ഇങ്ങനെ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഐലൻഡിൽ അങ്ങനെ പൊതുവേ ഇങ്ങനെ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലൊന്നും ഇത്ര കാര്യമായിട്ട് ചെടികളൊന്നും വെച്ച് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഐലൻഡിലാണ് ഞാനിങ്ങനെ കണ്ടത്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സുവനീർ ഷോപ്പിലേക്കാണ് പോയത്. ഇവിടുത്തെ സുവനീർ കണ്ടില്ലേ, ഞാനിതൊരു തവണ റീൽസായിട്ട് എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. ഇത് നല്ല മനോഹരമായിട്ട് കേട്ടോ. ഞാൻ പല ദ്വീപിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ സുവനീർ വെക്കുമ്പോൾ ഒരു ഷെല്ലിനുള്ളിൽ ആ ഷെല്ലിനുള്ളിൽ ജീവി ഇരിക്കുന്നവർക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് അതിന് കാലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ സൈഡിലേക്ക് കുറച്ച് നടന്നു. സ്കൂളിൻ്റെ സൈഡിലേക്കൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വഴിയൊന്നും തെറ്റിയായിരുന്നു കേട്ടോ, ഫ്രണ്ട് പ്രയറിന് പോയ സമയത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചോദിച്ച് പോയി. പിന്നെ ഈ പഴയ സ്ഥലത്ത് തന്നെ എത്തി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഈ മനോഹരമായ വീഡിയോ ഒന്നും കൂടെ കണ്ടു കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഈ ഷോപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞില്ലേ, ആ ഷെല്ലിനുള്ളിലാണ് ജീവികളുടെ കാലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിട്ടുള്ളൊരു ഷെല്ലാണിത്. അങ്ങനെ ഞങ്ങൾ കയറി ഒന്നുകൂടെ കണ്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് പ്രയറൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ എന്ന്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ബാഗുകളൊക്കെയാണ് ഇത്, പൊതുവേ ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ്. ഇങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പല ടൈപ്പുള്ള ഫിഷും ഞങ്ങൾ ആമാടപ്പെട്ടിയും ഒക്കെ അത് വാങ്ങിക്കുന്ന ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. പല വെറൈറ്റിയുള്ള ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സും ഉണ്ട് കേട്ടോ, ഇങ്ങനെ ടൂറിസ്റ്റിന് ഉള്ള രീതിയിൽ. പിന്നെ ഒരിക്കലും ഇതൊക്കെ കൂടെ നോക്കി. ഇതിനൊക്കെ $200-300 കേട്ടോ ചാർജ്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇത് കൂടാതെ ഇവിടെ 2-3 സുവനീർ ഷോപ്പുകൾ തന്നെ ഉണ്ട്. ഈവനിങ് ടൈമിൽ ഇത് കാണുന്നുണ്ട്. ലൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് നല്ല മനോഹരം കേട്ടോ. അങ്ങനെ എല്ലാ ഷോപ്പിലും ഒന്നും കയറിയില്ല, ആ ഒരെണ്ണത്തിൽ മാത്രമേ കയറിയുള്ളൂ. ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഫ്രണ്ട് ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഇതിൻ്റെ ഫ്രണ്ട് ഈ ലൈറ്റിങ് കൊണ്ടാണ് ഇത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫ്രണ്ടിനെയും കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ച് സ്നാക്സ് കഴിച്ച ശേഷം രാത്രിയിലെ ഈ ഐലൻഡിൻ്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് രാത്രിയിൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കുറേയും കൂടെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. ഇനി കുറച്ച് നേരം ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇങ്ങനെ ഈ നൈറ്റ് കാഴ്ചയും കണ്ട് ഞങ്ങൾ ഐലൻഡിൽ കൂടെ കുറേയേറെ ദൂരം നടന്നു.
അങ്ങനെ രാത്രിയിൽ ഞങ്ങളുടെ ഉറക്കമൊക്കെ സുഖമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, പോകാനുള്ള സമയമായി. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് പ്ലേസൊക്കെ അല്ലേ കണ്ടുള്ളൂ, ഐലൻഡ് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ, സാധാരണ ജനജീവിതം. അപ്പം നമുക്ക് ഒന്ന് ഐലൻഡിൽ കൂടെ നടക്കാമെന്ന് ചോദിച്ചു കുറച്ച് നേരത്തെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററാണ്. ഇത് കാഫു അറ്റോളിൻ്റെ അറ്റോൾ ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ അടുത്ത് 2 ഫാർമസി ഉണ്ട്. ഒരു പ്രൈവറ്റ് ഫാർമസി, ഒരു ഗവൺമെൻറ് ഫാർമസിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. ഇനിയിപ്പോൾ സ്കൂളും കൂടെ ഒന്ന് കാണാമെന്ന്. ഈ ഹെൽത്ത് സെൻ്ററിൽ, അറ്റോൾ ഹോസ്പിറ്റലിൽ മലയാളി നഴ്സുമാരും ലാബ് ടെക്നീഷ്യനും ഒക്കെ ഉണ്ട് കേട്ടോ, മലയാളികൾ. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്നപ്പോൾ കണ്ടതാണ് ഇത് ഓപ്പൺ ജിം. ഇവിടെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചില ഐലൻഡുകളിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ജിമ്മും ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ജിമ്മും ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നെത്തിയത് സ്കൂളിലേക്കാണെന്ന് തോന്നുന്നു. ഈ കളർ കണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ സ്കൂളാണെന്ന് തോന്നുന്നു. ഈ ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്കൂളുള്ളത്. ഞങ്ങളവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. പ്രീ സ്കൂളാണ്. എല്ലാ പ്രീ സ്കൂളിനോടും ചേർത്ത് ഒരു പാർക്കുണ്ട് കേട്ടോ എല്ലാ ഐലൻഡിലും. നല്ല രസമുണ്ട്. ഈ ഏർലി മോർണിംഗ് ടൈം ആയതുകൊണ്ട് സ്കൂൾ തുറന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ ഇന്ന് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴി കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന സുഹൃത്തിനെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ ഈ വഴിയിൽ കണ്ട ആൾക്കാരോടും ചോദിച്ചു ജെട്ടി സൈഡിലോട്ട് പോകുന്ന വഴി എങ്ങനെയാണ്. ഞങ്ങൾ കുറച്ചുകൂടി ഈ റോഡിൽ കൂടെ മുന്നോട്ട് നടന്നു, കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഐലൻഡുകളൊക്കെ വളരെ ചെറുതാണെങ്കിലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വാഴക്കുലയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കൊക്കക്കോള ഫാക്ടറി ഉണ്ട്. ഞങ്ങൾ അതും കണ്ടു കഴിഞ്ഞിട്ട് ഇന്നലെ വന്ന അതേ വഴി കൂടെ തിരിച്ച് നടന്ന് ജെട്ടി സൈഡിലേക്ക് എത്തി കേട്ടോ. ഞങ്ങൾക്കൊരു നല്ല മനോഹരമായ അനുഭവമായിട്ടാണ് തോന്നിയത്. നല്ല ഇപ്പോൾ 2-3 ഐലൻഡ് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ടൂറിസ്റ്റിനെ ആകർഷിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡായിട്ടാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബോട്ട് 7:10 ആയപ്പോഴത്തേക്ക് എത്തി. നമ്മൾ ഇന്നലെ വന്ന അതേ ബോട്ട് തന്നെയാണ്. ഇന്നലെ നമ്മൾ വന്ന അതേ ബോട്ട് തന്നെയാണ് 22 റുപ്പിയയ്ക്ക്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ദിഫുഷിയിലായിരുന്നു. അവിടുന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 o'clock ഇത് സ്റ്റാർട്ട് ചെയ്യും. 7:10 ആകുമ്പോൾ തുളസ്തൂലെത്തും. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള നെക്സ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് പ്ലാനിങ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് തുളസ്തു നല്ലൊരു മനോഹരമായ അനുഭവമായിരുന്നു. ഒരു 1 day വിസിറ്റിന് നല്ലൊരു ഐലൻഡാണ്. മാലിക്കടുത്താണ്. ടൂറിസ്റ്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തുളസ്തുവിനോട് യാത്ര പറയുകയാണ്. ഇനിയൊരു അടുത്ത വീഡിയോയിലൂടെ മാലദ്വീപ്സിലെ പുതിയൊരു ഐലൻഡിനെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുവരെ ബായ്.